ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഗോൾഡ് ഒരുപാട് കയറിപ്പോയി. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, വാട്ട്സ് നെക്സ്റ്റ്? ഗോൾഡുമായി തന്നെ റിട്ടേൺ കിട്ടാവുന്ന അടുത്തത് എന്ത് എന്നൊരു ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഉത്തരം ബൈ സിൽവർ എന്നാണ്. സിൽവർ ETF വാങ്ങാം. ടാറ്റ ETF ഉണ്ട്, സിൽവർ ETF ഉണ്ട്, കോട്ടക് സിൽവർ ETF ഉണ്ട്, HDFC സിൽവർ ETF ഉണ്ട്. ഏതെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇതൊരു SIP ആയിട്ട് ഒരു സ്റ്റോക്ക് പറഞ്ഞ മാതിരി അല്ല പറയുന്നത്. നല്ല ETF ആണ്. ഭാവിയിൽ നല്ല റിട്ടേൺ സ്വർണ്ണം നന്നായി തന്നെ തരാൻ സാധ്യതയുള്ള കാര്യമാണ് സിൽവർ. സിമ്പിളാണ് ലോജിക്ക്. ഗോൾഡ് മാതിരി അല്ല സിൽവർ എങ്കിലും സിൽവർ പല പ്രൊഡക്ട്സിൻ്റെയും റോ മെറ്റീരിയലാണ്. അതുതന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റഡ് പോയിൻറ്റ്സ്. അതേ ഒരു വശത്ത് ഗോൾഡ് ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ റോ മെറ്റീരിയലാണെന്ന് തന്നെ, അതേ സമയത്ത് തന്നെ സ്കാർസിറ്റി ഓഫ് സിൽവറാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഡിമാൻഡ് കൂടാ, സാധനം അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പഠിച്ചതാണല്ലോ, ഡിമാൻഡ് കൂടുതലും ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റിൻ്റെ വില കൂടും. അതാണ് സംഭവിച്ചത്. ആസ് ഓഫ് നൗ ഓൾറെഡി ഇപ്പം തന്നെ സിൽവർ സ്കാർസിറ്റി ആയി മാറിയിട്ടുണ്ട്. റോ മെറ്റീരിയൽ തികയുന്നില്ല. ഇനി വരും ദിവസങ്ങൾ അത് കൂടി വരും. ഓട്ടോമാറ്റിക്കലി സിൽവറിൻ്റെ റേറ്റ് കൂടും. ഇപ്പോൾ സ്വർണം എന്നത് ഒരു കരുതൽ ശേഖരമായിട്ട് രാജ്യങ്ങൾ വെക്കുന്നതാണ്. അതിന് പുറമെ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും സിൽവറിൽ അത്ര ഇല്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഓർണമെൻറ്റ്സ് ആയിട്ടൊന്നും ആരും സിൽവർ ഉപയോഗിക്കുന്നില്ല. പക്ഷേ സിൽവറിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത് ഇത് പല ഇതിലും റോ മെറ്റീരിയൽ ആയത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സിൽവറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി ഒരു കമ്മോഡിറ്റിയാണ് സിൽവർ. പിന്നെ എക്സലൻറ്റ് റിഫ്ലക്റ്റിവിറ്റി ഉള്ള ഒരു കമ്മോഡിറ്റിയാണ്. അതേപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളൊരു കമ്മോഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പല ഫീൽഡിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളാറിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ക്ലോത്തിങ്സ് ഉപയോഗിക്കുന്നുണ്ട്, മെഡിസിൻസിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇലക്ട്രിക് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ പ്യൂരിഫിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഹൈലൈറ്റഡ് പോയിൻറ്റ്സ് ഭാവിയിലുള്ള എല്ലാ പ്രൊഡക്റ്റിലും വാട്ടർ പ്യൂരിഫിക്കേഷൻസിൽ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, സിൽവർ ആസ് എ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അത് മിററിൽ ഉപയോഗിക്കുന്നുണ്ട്. സിൽവർ ആസ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ അത് ക്ലോത്തിങ്, മെഡിക്കൽ ഡിവൈസസ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ മെഡിക്കൽ പറയുമ്പം ഈ മെഡിക്കൽ ഡിവൈസസിൻ്റെ ആൻറ്റിബയോട്ടിക് കോട്ടിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വൂണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന വൂണ്ട് പ്ലാസ്റ്റേഴ്സ് ഇല്ല, അതിലൊക്കെ ഇതിന് റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോളാർ എനർജിയിൽ ഉപയോഗിക്കുന്നുണ്ട്, 5Gയിൽ ഉപയോഗിക്കുന്നുണ്ട്, സോളാർ പാനൽസ് ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റം വെഹിക്കിൾസ്, ഇനി ഭാവിയിൽ EV ആണല്ലോ, EVയിലൊക്കെ ഈ EVയുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഈ സിൽവർ ഉപയോഗിക്കുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും സിൽവറിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ സിൽവർ കിട്ടാനുമില്ല. ഇത് മാത്രം ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് മാത്രമാണ്, ചെറിയൊരു കോമൺ സെൻസ് മാത്രമാണ്. സിൽവർ കയറും. എന്ന് കയറും എന്നറിയില്ല. ഞാൻ 76 റുപ്പീസ് മുതൽ നോട്ട് ചെയ്തൊരു സാധനമാണ്. പക്ഷേ വീഡിയോ ഇടാൻ വെച്ച് റിലേറ്റ് ആയിപ്പോയി. പക്ഷേ ഇത്ര പെട്ടെന്ന് കയറും വിചാരിച്ചില്ല. ഇപ്പോൾ 100 രൂപേനെ മുകളിൽ ഇപ്പോൾ ടാറ്റ സിൽവർ ETF വാങ്ങുകയാണെങ്കിൽ 10.52 ആണ് അതിൻ്റെ റേറ്റ്. വാങ്ങാം, മെല്ലെ വാങ്ങാം. എനിക്ക് തോന്നുന്നു ഗോൾഡിൻ്റെ കൂടെ തന്നെ കയറിപ്പോകാൻ സാധ്യതയുള്ള ഒരു കമ്മോഡിറ്റിയാണ് സിൽവർ. ഇതെൻ്റെ ഒരു അനുമാനമാണ്. സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സിൽവർ ETFൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. പുതുതായിട്ട് അല്ലെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.